ഡോക്ടർ ബി ജയരാജ്, ഈ മറ്റുള്ള പ്രതികരണങ്ങളോട് താങ്കളുടെ പ്രതികരണമാവാം. അതോടൊപ്പം എൻ്റെ ഒരു ചോദ്യം, PV അൻവർ MLA ആവശ്യപ്പെട്ടത് ഒരു ജുഡീഷ്യൽ അന്വേഷണമാണ്, ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ എങ്കിലും നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണമാണ്, സമർത്ഥരായ ഉദ്യോഗസ്ഥരെ കൊണ്ടുള്ള അന്വേഷണമാണ്. ആ അന്വേഷണം വന്നാൽ മാത്രമേ വക്കും മൂലയും പൊട്ടിയ തൻ്റെ ഈ തെളിവുകൾ പൂർണ്ണമായും കൂട്ടിയോജിപ്പിക്കാൻ കഴിയുമെന്നാണ് PV അൻവർ പറഞ്ഞത്. പക്ഷേ വന്നിരിക്കുന്നതാവട്ടെ, ആരെയാണോ റിപ്പോർട്ട് ചെയ്തത് ആ കീഴുദ്യോഗസ്ഥന്മാർ അടങ്ങിയിരിക്കുന്ന ഒരു അന്വേഷണ കമ്മിറ്റി. ആ അന്വേഷണ കമ്മിറ്റി എന്തിനാണ് സാർ? ഇതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. പ്രഹസനമാണ്. മാത്രമല്ല PV അൻവർ പറഞ്ഞ പ്രധാനപ്പെട്ട ആവശ്യം നിരാകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്വേഷണത്തിന് മുമ്പ് തന്നെ തീർപ്പെടുത്തിയിരിക്കുന്നുവെന്നാണ്. ബാക്കിയൊക്കെ രാഷ്ട്രീയമായ ആരോപണങ്ങൾ അവിടെ നിൽക്കുമ്പോഴും യഥാർത്ഥത്തിൽ സമൂഹ മധ്യത്തിൽ ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയ വലിയ ഗുരുതരമായ ആരോപണങ്ങളോട് ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടിയിരുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി? ഡോക്ടർ അരുൺ, ഇതിനകത്ത് നമ്മൾ PV അൻവറിന്റെ മുമ്പത്തെ ഒരു ആരോപണത്തെക്കുറിച്ച് ഒരു കണ്ടെയ്നർ അധികം നിറച്ച് നോട്ട് വരുന്നു, അത് പ്രതിപക്ഷ നേതാവിന് ലഭിച്ചു, സർക്കാരിനെ അട്ടിമറിക്കാനെന്ന് പറഞ്ഞിട്ടൊരു വിവാദം വന്നു. അപ്പോൾ അത് വിജിലൻസ് അന്വേഷണം നടത്തി അതിനകത്ത് തെറ്റൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളൊരു റിപ്പോർട്ടാണ് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രിസീഡിങ് സംഭവങ്ങളൊക്കെ നോക്കുമല്ലോ, അതുമാതിരിയുള്ള ഒരുപാട് ആരോപണങ്ങൾ PV അൻവർ പല ഘട്ടങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് ജിൻഡോ ജോണിന് എതിരഭിപ്രായമൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു തോന്നുകയും എന്നും ഞാൻ പറയുന്നില്ല. ചില കാര്യങ്ങളിലൊക്കെ കഴമ്പുണ്ടാവും, പൂർണ്ണമായിട്ട് ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ കൂടുതൽ വികാരത്തിൽ പ്രതികരിച്ചിട്ടുള്ളതാണ്, കൂടുതൽ വികാരപരമായിട്ട് പ്രതികരിച്ചിട്ടുള്ളതായിട്ടാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. ആദ്യ ഘട്ടത്തിൽ ഞാനും വിചാരിച്ചു ജിൻഡോ പറഞ്ഞത് കറക്റ്റാണ്. ഞാനും കരുതിയത് ഈ PV അൻവറിൻ്റെ ആരോപണങ്ങളിൽ ശരിയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആരോപണം വരുമ്പോഴത്തേക്കും. കാര്യം ഒരുപാട് കേസുകളാണ് പറഞ്ഞത് ഇതിനകത്ത്, എക്സ്റ്റോഷൻ, പിന്നെ കൊലപാതകം, പിന്നെ ഈ സ്വർണം പൊട്ടിക്കൽ, പിന്നെ ഇങ്ങനെ ഒരു നിരയോളം ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയുള്ള ആരോപണങ്ങൾ മാറ്റി നിർത്താം. സുജിത് ദാസിനെതിരെയുള്ള ആരോപണം, സുജിത് ദാസിന്റെ ടെലിഫോൺ സംഭാഷണം താങ്കൾ കേട്ടതല്ലേ? അത് ഈ ഒരു പത്തനംതിട്ട SP സ്ഥാനത്ത് നിന്ന് മാത്രമുള്ളൊരു സ്ഥാനചലനം മാത്രമാണോ അദ്ദേഹം ചെയ്തിരിക്കുന്ന കുറ്റം? അദ്ദേഹത്തെ ഇമ്മീഡിയറ്റ്ലി സസ്പെൻഷനിലേക്ക് പോകേണ്ട അച്ചടക്ക ലംഘനം ചെയ്തിട്ടില്ലേ? അതെന്തുകൊണ്ടാണ് ഈ സർക്കാർ ഇപ്പോഴും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു സോഫ്റ്റ് കോർണർ? അതിനകത്ത് സിവിൽ സർവീസിന്റെ ചില റൂളുകളുണ്ടല്ലോ, കേന്ദ്ര ഗവൺമെന്റാണ് അത് കൈകാര്യം ചെയ്യുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധി അത്തരം കാര്യങ്ങളിൽ പരിധി വളരെ കുറവാണ്. അത് മാത്രമല്ല, നമ്മൾ ശ്രീരാം വെങ്കിട്ടരാമൻ്റെ ഒരു കേസ്, നിങ്ങളുടെ ഒരു മാധ്യമ പ്രവർത്തകനെ കൊന്ന ഒരു കേസുണ്ടല്ലോ, ആ കേസിൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തതെന്ന്, IAS ലോബി IPS ലോബി എങ്ങനെയാണ് കളിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഡോക്ടർ അരുൺ കുമാറിന് അറിയാം. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ലോബിയാണ്. സംസ്ഥാനത്തൊരു മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എന്തിനാണ് സാർ ഭരിക്കുന്ന? ചീഫ് സെക്രട്ടറിയും DGPയും ADGPയും ഭരിച്ചാൽ പോരെ? പിന്നെ പേരിനൊരു പൊളിറ്റിക്കൽ സെക്രട്ടറിയും? അങ്ങനെയല്ല. അതിനകത്ത് നമ്മൾക്ക് പൂർണ്ണമായി അവരെ എതിർത്തുകൊണ്ട് ഒരു മുന്നോട്ട് പോക്ക് സാധ്യമല്ല. കാരണം ഇതിനകത്ത് കുറച്ച് ഫെഡറൽ സംവിധാനം കൂടി ഉണ്ടല്ലോ, കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലുണ്ടാവും. ഇവിടെ പരാജയമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഭരണ നേതൃത്വത്തിന്, രാഷ്ട്രീയ നേതൃത്വത്തിന് പരാജയം എന്നാണ്. PV അൻവറിന് പറയാമല്ലോ, കാരണം PV അൻവർ CPMന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചു എന്നല്ലാതെ ഈ സംഘടനയ്ക്കകത്ത് യാതൊരു സ്ഥാനമില്ല. സംഘടനയ്ക്കകത്ത് സ്ഥാനമുള്ള ഒരാളാണെങ്കിൽ ഇത്ര നിരുത്തരവാദപരമായിട്ട് പെരുമാറുകയില്ലായിരുന്നു. സംഘടനയ്ക്കകത്താണെങ്കിൽ ആ അഭിപ്രായങ്ങൾ എവിടെ രേഖപ്പെടുത്താം, എവിടെ എന്ത് ആരോട് പറയാം, എങ്ങനെയാണ് അത് രേഖപ്പെടുത്തേണ്ടത്, അതിനകത്തുള്ള ഫോറം ഒക്കെ ഉണ്ട്. ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ഇടതുപക്ഷ നിരീക്ഷകന്റെയും ഒരു നിരീക്ഷണം. ഡോക്ടർ ജിൻഡോ ജോൺ, നിങ്ങൾ പിന്നാലെ പോയി പൂൽ പിടിക്കാൻ പോവുകയാണോ? ഇത് ഉണ്ടയില്ല വെടിയായി മാറും, നിങ്ങൾ ആ വെടികേട്ട് തുള്ളാൻ ഇറങ്ങുന്നത് ശരിയാണോ എന്നാണ് ചോദ്യം. ഡോക്ടർ ജിൻഡോ ജോൺ. അല്ല, അൻവർ ജയരാജ് പറഞ്ഞത് മനസ്സിലാക്കുമ്പോൾ അൻവർ ഉത്തരവാദിത്ത ബോധമില്ലാതെ പെരുമാറിയതാണ് കഴിഞ്ഞ 3 ദിവസം. ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം പെരുമാറിയതാണ് ഉത്തരവാദിത്ത ബോധത്തോടെ എന്നുള്ളതാണ് ജയരാജിൻ്റെ ഒരു നിരീക്ഷണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജയരാജ് പറയുന്ന പ്രകാരമാണ് ഈ അൻവർ ഉണ്ടയില്ല വെടി വെക്കുന്ന ആളാണല്ലോ. അപ്പോൾ പിന്നെ ഈ അൻവറിനെ എന്തിനാണ് നിങ്ങൾ ഇത്ര വലിയ ആവേശത്തോടെ ചുമന്നുകൊണ്ട് കിടക്കുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. ഈ CKP പത്മനാഭൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം രോഗിയായി മാറിയത് P ശശിക്കെതിരെ ഫൈറ്റ് ചെയ്തതാണ്. ആ CKP പത്മനാഭൻ പറഞ്ഞ
പത്മനാഭന്റെ പ്രസ്താവന ഇപ്പോഴും പൊതുസമൂഹത്തിലുണ്ട്. ആ CKP പത്മനാഭൻ പാർട്ടിക്കകത്തുണ്ട്. CKP പത്മനാഭൻ വിരൽ ചൂണ്ടുന്ന P ശശിയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി. അതായത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന വ്യക്തി അദ്ദേഹമാണ്. അപ്പോൾ നിലവാരം നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇവിടെ സുജിത് ദാസിനെതിരെ നടപടി എടുക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരേ ഉള്ളൂ. സുജിത് ദാസ് കൂട്ടുകള്ളനാണ്. ADGP നടത്തിയ കള്ളത്തരത്തിന്റെ കൂട്ടുകള്ളനാണ്. അതുകൊണ്ട് സുജിത് ദാസിനെതിരെ മാത്രം നടപടിയെടുത്താൽ ADGPക്കെതിരെയും നടപടി എടുക്കേണ്ടി വരും. അപ്പൊ ഈ കള്ളന്മാരെയൊക്കെ പൊതിഞ്ഞു കെട്ടി സംരക്ഷിക്കലാണ് ഇരട്ടക്കള്ളന്റെ പരിപാടി. അതുകൊണ്ടാണ് ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത്. ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇവിടെ തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ട് 4 മാസക്കാലമായല്ലോ. ആ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് പുറത്തു വരാത്തത്?